ഹലോ എവരിവൺ. ഈ മാസം റിലീസിന് ഒരുങ്ങുന്ന ഇഷ്ടരാഗം എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സോ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇഷ്ടരാഗം എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇഷ്ടരാഗം ഒരു പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യണം എന്ന് പറയാനനുസരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം അങ്ങനെയാണ് എനിക്ക് വരുന്നത്. എങ്ങനെ നമ്മുടെ ഈ സിനിമയുടെ ജോണർ എങ്ങനെ വരുന്നത്? ഇതൊരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ത്രില്ലറാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ത്രില്ലർ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ത്രില്ലർ മൂവിയിലേക്ക് എത്തുന്നത്? അങ്ങനെയല്ല, ഈ കഥ ആവശ്യപ്പെടുന്നതാണ്. ഒരു 3 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ളതാണെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു +2 വിദ്യാർത്ഥിനിയുടെ ഒരു പ്രണയവും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പങ്ക്. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്. അപ്പോ ഇതിലിപ്പോ പുതുമുഖങ്ങളാണല്ലോ മിക്ക കാസ്റ്റിങ്ങും. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അവര് ഞങ്ങള് ഇങ്ങനെ കുറെ കുട്ടികളുടെ ഫോട്ടോ കണ്ടു. അപ്പം അന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നായികയായിട്ട് ഒരു കുട്ടി, വടകരയുള്ള ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, മോണോ ആക്റ്റും ഇതൊക്കെ ചെയ്യും, ഡ്രാമയൊക്കെ ചെയ്യും, ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി. ഒരു വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി സംസാരിച്ചു. കണ്ടപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് സെലക്ട് ചെയ്തു. അപ്പൊ നായകനെ അങ്ങനെ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ ഈ പുതുമുഖങ്ങളെ വെച്ച് തന്നെ ഈ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്? അതെ, അത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ 2 മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതിൽ കുറച്ച് പ്രായം കൂടിയ ഒരു പയ്യനും, ബാക്കിയൊക്കെ ഉള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ്. അപ്പൊ അതൊരു ഫ്രഷ്നെസ് കിട്ടട്ടെ. അപ്പൊ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോ? റിസ്ക് ഉണ്ട്. എന്നാലും ആ ഒരു ഫ്രഷ്നെസ് ആലോചിക്കുമ്പോ അതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മ്യൂസിക് ത്രില്ലർ, റൊമാൻറ്റിക് ത്രില്ലറാന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ പൊതുവെ സിനിമയിലേക്ക് പലപ്പോഴും സോളോ എടുക്കുന്നത് മ്യൂസിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കൽ ത്രില്ലർ ആയൊരു മൂവി ആയതുകൊണ്ട് ഇതിൽ മ്യൂസിക് എവിടെ ഭയങ്കര പ്ലേസിംഗ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഉടനീളം നമുക്കത് കാണാൻ പറ്റും. പിന്നെ സാറ് ഇപ്പോൾ ഒരുപാട് വേറെ കുറച്ച് പഴയ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഇപ്പത്തെ ഒരു സിനിമ ഡയറക്ഷനായിട്ട്. എന്തൊക്കെയാണ് ഡിഫറൻസ് തോന്നുന്നത്? മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി യൂത്താണ്. അവരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുക. പിന്നെ പഴയ ഫ്രെയിമുകളൊക്കെ മാറ്റി കുറച്ചുകൂടി ലൈവായിട്ട് ചിത്രീകരിക്കുക. ഏതൊക്കെയായിരുന്നു പഴയ നമ്മുടെ സിനിമകളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ ഡയറക്റ്റ് ചെയ്ത സിനിമ? ഞാന് പിന്നെ മുകേഷ് ഏട്ടന്റെ 2 പടമാണ് ലാസ്റ്റ് ചെയ്തത്, റെഡ് അലർട്ടും എന്റെ സിനിമ. അപ്പൊ അത്രയും സീനിയോറിറ്റി ഉള്ളവരിൽ നിന്ന് ഈ ഒരു പുതുമുഖങ്ങൾക്ക് വന്നപ്പോ നല്ല ഡിഫറൻസ് തോന്നി. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര. കാരണം ഞാൻ ഒരു ഇതിന്റെ ഇടയില് 2013-14 ആ പടം ചെയ്തത്, മുകേഷ് ഏട്ടന്റെ പടം ചെയ്തത്. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, കൊറോണ അങ്ങനെയുള്ള വേറെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഡിഫറൻസ് തോന്നിയില്ലേ? ഈ റെഡ് അലേർട്ടും ഇന്ത്യൻ സിനിമ അല്ലാതെ വേറെ ഏതൊക്കെ സിനിമ സാറ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്? മുമ്പ് ഒരു ഇന്ദ്രജിത്തിനെ വെച്ച് കനൽ കണ്ണാടി ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുവരെ എക്സ്പീരിയൻസ് മുഴുവൻ നല്ല എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ആയിരുന്നു അല്ലേ?